നാലാം നാളും സംഘർഷഭരിതമാണ് മധ്യപൂർവേഷ്യ. ശാന്തി പുലരുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. അതേസമയം അമേരിക്കൻ ഇസ്രായേൽ ആക്രമണങ്ങളും ഇറാന്റെ തിരിച്ചടികളും തുടരുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ചർച്ചയ്ക്കില്ലെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇറാൻ പിശാചിനോട് പോരാടുകയാണ്. രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രതിരോധത്തിനാണെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. തിന്മയ്ക്കെതിരെ നിലകൊള്ളുന്ന ഒരേയൊരു ശക്തിയാണ് ഇറാൻ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഉറപ്പിച്ചു പറയുന്നത്. അതേസമയം ഇറാനിൽ IDF വൻ ആക്രമണം നടത്തി. പ്രസിഡൻഷ്യൽ ഓഫീസിലും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ ഓഫീസിലും വൻ മിസൈൽ ആക്രമണമാണ് നടന്നത്. അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ 787 പേർ കൊല്ലപ്പെട്ടതായി റെഡ് ക്രസന്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ കരുതിക്കൂട്ടിയുള്ള ആക്രമണത്തിൽ സാധാരണ പൗരന്മാരുടെ ജീവനുകളാണ് പൊലിയുന്നത്. US സേനയെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും അശാന്തി തുടരുകയാണ്. ഇപ്പോൾ US-ന് ഭീഷണിയാകുന്ന ഇറാന്റെ മറ്റൊരു നിർണായക നീക്കമാണ് ലോകരാഷ്ട്രങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഖമേനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാനും സഖ്യകക്ഷികളും US-നെ ലക്ഷ്യമിട്ടേക്കാമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇറാനും സഖ്യകക്ഷികളും പ്രോക്സി ഗ്രൂപ്പുകളും ചേർന്ന US-നെ ലക്ഷ്യമിട്ട് സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ ആസൂത്രണം ചെയ്തേക്കാം. US ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെയാണ് ഈ വിലയിരുത്തൽ. ഇറാൻ അനുകൂലികളായ ഹാക്കർമാർ US വെബ്സൈറ്റുകളെയും നെറ്റ്വർക്കുകളെയും ലക്ഷ്യമിട്ടേക്കാം. ചർച്ചയ്ക്കില്ലെന്ന ഇറാന്റെ തീരുമാനത്തിന് പിന്നാലെ അമേരിക്കയെ സാമ്പത്തികമായി തകർക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അമേരിക്ക ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ മധ്യപൂർവേഷ്യയിലെ എല്ലാ സാമ്പത്തിക കേന്ദ്രങ്ങളെയും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ജനറൽ ഇബ്രാഹിം ജബ്ബാരിയാണ് ഇക്കാര്യം അറിയിക്കുന്നത്. എണ്ണവില $200 ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഞങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ മേഖലയിലെ എല്ലാ സാമ്പത്തിക കേന്ദ്രങ്ങളെയും ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ജബ്ബാരി പറയുന്നത്. അതേസമയം ഇറാനെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആക്രമിക്കുന്നത് തുടരുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും പറയുന്നു. തങ്ങളുടെ പൈലറ്റുമാർ ഇറാന്റെയും ടെഹ്റാന്റെയും ആകാശത്തിന് മുകളിലാണെന്നും വലിയ ശക്തിയോടെ പ്രതികരിക്കുമെന്നും നെതന്യാഹു പറയുന്നുണ്ട്. സർവ്വശക്തി എടുത്തിട്ടും ഇറാനെതിരെ പോരാടാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്ന് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അതേസമയം ഇറാൻ വൻ നാശനഷ്ടം ഉണ്ടാക്കിയതായി തുറന്നു സമ്മതിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ 17 കപ്പലുകൾ നശിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നുണ്ട്. ഇറാന്റെ അത്യാധുനിക മുങ്ങിക്കപ്പലിന് കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു. ഇതുവരെ നടന്ന സൈനിക ഓപ്പറേഷനിൽ 2000-ഓളം ലക്ഷ്യങ്ങൾ ആക്രമിച്ചുവെന്നും US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നുണ്ട്. ഇറാനെ ഭയക്കുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കും ആശങ്കയുടെ നാളുകൾ ഒഴിയുന്നില്ല. സംഘർഷം അവസാനിപ്പിക്കാൻ തുർക്കി തീവ്രമായ നയതന്ത്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് പ്രസിഡന്റ് എർദോഗൻ വ്യക്തമാക്കുന്നുണ്ട്. തീരായുദ്ധമായി ഈ സംഘർഷം നീളുകയാണ്. ഓരോ ഘട്ടത്തിലും സമാധാന പാതയിലേക്ക് പോകണമെന്നാണ് മറ്റ് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ രാജ്യങ്ങളുടെ ഭാവിയെ തന്നെ തല്ലി തകർക്കാൻ കഴിവുള്ള നീണ്ട യുദ്ധം ഉണ്ടാകരുതെന്നാണ് ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്നതും. അമേരിക്കയിലും ഇസ്രായേലിലും കത്തിച്ചാമ്പലായ സൈനിക താവളങ്ങളും നഗരങ്ങളും ഇറാന്റെ പ്രതിരോധത്തിന്റെ നേർക്കാഴ്ചകളാണ്. പൊരുതി നിൽക്കാനല്ലാതെ മറ്റൊരു വഴി ഇറാന് മുന്നിലില്ല എന്നത് അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്.